ഹായ്, എല്ലാവർക്കും PSC പിടിയുടെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് കൊച്ചിയും കോഴിക്കോടും തമ്മിലുണ്ടായ യുദ്ധത്തെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ സാമൂതിരിയെ പോർച്ചുഗീസുകാർ കൊച്ചിയിൽ നിന്ന് തുരത്തിയെന്ന് പറഞ്ഞു. സാമൂതിരിയുടെ സാമന്തനായിരുന്ന കൊടുങ്ങല്ലൂർ രാജാവ് പോർച്ചുഗീസുകാരുടെ അധീനതയിലേക്ക് വന്നു. കൊച്ചിയിലും കൊടുങ്ങല്ലൂരിലും പോർച്ചുഗീസുകാരുടെ വാണിജ്യ താല്പര്യങ്ങൾ കൂടുതൽ ദൃഢമായി എന്ന് പറഞ്ഞു. ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. പെട്ടെന്ന് പറയും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകളൊന്ന് സ്ട്രെസ് ചെയ്ത് പറയും. അൽമേഡ, ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഈ ഘട്ടത്തിൽ പൗരസ്ത്യ ദേശങ്ങളിലെ പോർച്ചുഗീസ് താൽപ്പര്യങ്ങളുടെ ഭദ്രതയ്ക്ക് വേണ്ടി പരിപൂർണ അധികാരമുള്ള ഒരു രാജപ്രതിനിധിയെ നിയമിക്കാൻ പോർച്ചുഗീസ് രാജാവ് തീരുമാനിക്കുന്നു. അപ്പോൾ പോർച്ചുഗീസ് താൽപ്പര്യങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് പോർച്ചുഗീസ് രാജാവ് ഒരു രാജപ്രതിനിധിയെ ഇന്ത്യയിൽ നിയമിക്കാൻ തീരുമാനിക്കുന്നു. കിഴക്കൻ ദേശങ്ങളിലെ പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ആദ്യത്തെ രാജപ്രതിനിധിയായി 1505 ഫ്രാൻസിസ്കോ ഡി അൽമേഡ നിയമിതനായി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. 1505 അഞ്ചി ദ്വീപ്, കണ്ണൂർ, മലാക്ക, കൊച്ചി എന്നിവിടങ്ങളിലെ കോട്ടകൾ ബലപ്പെടുത്തുകയും പുതിയ കോട്ടകൾ നിർമ്മിക്കുകയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന പരിപാടി. അപ്പോൾ അഞ്ചി ദ്വീപ്, കണ്ണൂർ, മലാക്ക, കൊച്ചി എന്നിവിടങ്ങളിലെ കോട്ടകൾ ബലപ്പെടുത്തുകയും പുതിയ കോട്ടകൾ നിർമ്മിക്കുകയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന പരിപാടി. കണ്ണൂർ കോട്ടയ്ക്ക് സെൻറ്റ് ആഞ്ചലോസ് കോട്ട എന്ന പേരിട്ടു. അപ്പോൾ അദ്ദേഹം നിർമ്മിച്ച കോട്ടയാണ് കണ്ണൂർ കോട്ട എന്ന് പറയുന്നത്. അതിന് സെൻറ്റ് ആഞ്ചലോസ് കോട്ട എന്ന പേര് നൽകി. കേരളത്തിലെ പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങളുടെ പ്രബലീകരണം സാമൂതിരിയെ അസ്വസ്ഥനാക്കി. അപ്പം കേരളത്തിൽ ഇതുപോലെ കോട്ടകൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത് സാമൂതിരിയെ അസ്വസ്ഥനാക്കി. അദ്ദേഹം തുർക്കികളുടെയും അറബികളുടെയും നേതൃത്വത്തിൽ 200 കപ്പലുകളടങ്ങുന്ന ഒരു നാവിക സൈന്യത്തെ പോർച്ചുഗീസുകാർക്കെതിരായി യുദ്ധത്തിനയച്ചു. അൽമേഡയുടെ മകൻ ലോറൻസോ 1506 മാർച്ച് 10 കണ്ണൂരിനടുത്ത് വെച്ച് സാമൂതിരിയുടെ ഈ നാവിക സൈന്യത്തെ ഏറ്റുമുട്ടുകയും അവർക്ക് വമ്പിച്ച നാശമുണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ അൽമേഡയുടെ മകനായിട്ടുള്ള ലോറൻസോ 1506 മാർച്ച് 10 കണ്ണൂരിനടുത്ത് വെച്ച് സാമൂതിരിയുടെ നാവിക സൈന്യവുമായി ഏറ്റുമുട്ടുകയും അവർക്ക് വമ്പിച്ച നാശമുണ്ടാക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ കേരളത്തിലെ പോർച്ചുഗീസ് നയത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളെക്കുറിച്ച് സാമൂതിരി കോലത്തിരിയെ പറഞ്ഞ് ബോധ്യമാക്കി. കണ്ണൂരിലെ മുസ്ലിം വ്യാപാരികളോട് മര്യാദയോടെ പെരുമാറണമെന്ന നിർദ്ദേശം പോർച്ചുഗീസ് പലപ്പോഴും ലംഘിക്കാറുണ്ടായിരുന്നതുകൊണ്ട് നേരത്തെ തന്നെ അവരോട് അതൃപ്തി ഉണ്ടായിരുന്ന കോലത്തിരി സാമൂതിരിയുടെ അഭിപ്രായങ്ങൾ അംഗീകരിക്കുകയും പോർച്ചുഗീസിനെതിരെ ഒരു സംയുക്ത സമരത്തിന് സന്നദ്ധനാവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതുപോലെ കപ്പലിൽ വ്യൂഹത്തെ ഒരു നാവിക സൈന്യത്തെ പോർച്ചുഗീസിനെതിരെ യുദ്ധത്തിന് നമ്മുടെ സാമൂതിരി അയക്കുന്നു. അപ്പോൾ അൽമേഡയുടെ മകനായിട്ടുള്ള ലോറൻസോ 1506 മാർച്ച് 10 കണ്ണൂരിനടുത്ത് വെച്ച് സാമൂതിരിയുടെ ഈ സൈന്യത്തിന് വലിയ നാശം ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ സാമൂതിരി കോലത്തിരിയുമായി സംസാരിച്ച് പോർച്ചുഗീസ് നയത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. കണ്ണൂരിലെ മുസ്ലിം വ്യാപാരികളോട് അപമര്യാദയായിട്ടായിരുന്നു പോർച്ചുഗീസുകാർ പലപ്പോഴും പെരുമാറുണ്ടായിരുന്നത്. അപ്പോൾ അത് അങ്ങനെ പെരുമാറരുതെന്ന് കോലത്തിരി പറഞ്ഞിട്ടും പോർച്ചുഗീസുകാർ കേൾക്കാത്തതിലുള്ള അതൃപ്തി കോലത്തിരിയും സാമൂതിരിയും തമ്മിൽ ഒരു സമവായത്തിലെത്തുകയും പോർച്ചുഗീസുകാർക്കെതിരെ ഒരു സംയുക്ത സമരത്തിന് അവർ സന്നദ്ധമാവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ സൈന്യങ്ങൾ സെൻറ്റ് ആഞ്ചലോ കോട്ട വളഞ്ഞു. ഇപ്പോൾ ഇവരുടെ സൈന്യങ്ങൾ സെൻറ്റ് ആഞ്ചലോസ് കോട്ട വളഞ്ഞു. ഈ ഉപരോധം 4 മാസം നീണ്ടു നിന്നു. പോർച്ചുഗീസ് പട്ടാളത്തിന് വളരെ ബുദ്ധിമുട്ടുകളുണ്ടായി. 11 കപ്പലുകളും 300 നാവികരുമുള്ള ഒരു പോർച്ചുഗീസ് സൈന്യം ഡാ കുൻഹയുടെ നേതൃത്വത്തിൽ യൂറോപ്പിൽ നിന്ന് വന്നതോടെ കോട്ടയുടെ ഉപരോധം തകർക്കപ്പെട്ടു. കോലത്തിരി സമാധാനത്തിന് അപേക്ഷിക്കുകയും പോർച്ചുഗീസുകാർക്ക് അനുകൂലമായ വ്യവസ്ഥകൾ അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ സൈന്യം ഈ സെൻറ്റ് ആഞ്ചലോസ് കോട്ട വളയുകയും പോർച്ചുഗീസുകാരെല്ലാം ഇവരാൽ വളയപ്പെട്ട് കഴിയുന്ന ഒരവസ്ഥയിലെത്തും. അപ്പോൾ 4 മാസത്തോളം ഉപരോധം നിലനിന്നു. പോർച്ചുഗീസ് പട്ടാളത്തിന് വളരെ ബുദ്ധിമുട്ടുകളുണ്ടായി. 11 കപ്പലുകളും 300 നാവികരുമുള്ള പോർച്ചുഗീസ് സൈന്യം ഡാ കുൻഹ എന്ന് പറഞ്ഞ് വേറൊരു സൈനികൻ്റെ നേതൃത്വത്തിൽ ഒരു 11 കപ്പലുകളും 300 നാവികരും കൂടെ വന്നു. അതോടുകൂടി കോട്ടയുടെ മേലുണ്ടായിട്ടുള്ള ഈ ഉപരോധം തകർക്കപ്പെട്ടു. കോലത്തിരി സമാധാനത്തിന് അപേക്ഷിക്കുകയും പോർച്ചുഗീസുകാർക്ക് അനുകൂലമായ വ്യവസ്ഥകൾ അംഗീകരിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അനന്തരം പോർച്ചുഗീസുകാരുടെ ശ്രദ്ധ സാമൂതിരിയുടെ നാവിക സൈന്യത്തിൻ്റെ നേർക്കാണ് തിരിഞ്ഞത്. അവർ നടുക്കടലിൽ വെച്ച് അതിനെ തകർത്തു. ഇതിനിടയിൽ കോഴിക്കോട്ടെ മുസ്ലിം കച്ചവടക്കാരുടെ അഭ്യർത്ഥന അനുസരിച്ച് 1508 മിർ ഹുസൈൻ്റെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് ഒരു നാവികപ്പട അറബിക്കടലിലെത്തി. അപ്പോൾ ഇതിനിടയിൽ കോഴിക്കോട്ടെ മുസ്ലിം കച്ചവടക്കാരുടെ അഭ്യർത്ഥന അനുസരിച്ച് 1508 മിർ ഹുസൈൻ്റെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്നൊരു നാവികപ്പട അറബിക്കടലിലെത്തി. ചൗളിനടുത്ത് വെച്ച് നടന്ന യുദ്ധത്തിൽ പോർച്ചുഗീസുകാരെ തോൽപ്പിച്ചു. അവരുടെ സമുദ്ര മേധാവിത്വം തൽക്കാലം നഷ്ടമായി. ഏതായാലും 1509 പോർച്ചുഗീസുകാർ പകരം വെട്ടി. അവർ ഈജിപ്തുകാരുടെയും സാമൂതിരിയുടെയും സംയുക്ത നാവിക സൈന്യങ്ങളെ ആക്രമിച്ചതിൻ്റെ ഫലമായി ഈജിപ്തുകാർ രംഗത്തു നിന്ന് പിന്മാറി. അങ്ങനെ ഇന്ത്യൻ കടലിൻ്റെ ആധിപത്യം വീണ്ടും പോർച്ചുഗീസുകാർക്കായി
1509 അൽമേഡ ഇന്ത്യ വിട്ടു. തലസ്ഥാനത്ത് അൽഫോൺസോ ഡി അൽബുക്കർക്ക് അവരോധനായി. അടുത്ത വൈസ്രോയി ആയിട്ടുള്ള അൽബുക്കർക്ക് വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൊച്ചിയും കോഴിക്കോടും നമ്മൾ ഇതിന് ശേഷം ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആയിട്ട് അൽമേഡ നിയമിതനാവുകയാണ് 1505. അപ്പോൾ അദ്ദേഹം കണ്ണൂർ കോട്ട, സെൻറ്റ് ആഞ്ചലസ് കോട്ട നിർമ്മിച്ചു. അതുപോലെ തന്നെ കൊച്ചിയിലും കണ്ണൂരിലും ഒക്കെയുള്ള കോട്ടകൾ അദ്ദേഹം ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും പുതിയത് പണിയുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിനുശേഷം 1506 ഇതുപോലെ സാമൂതിരിയുടെ ഒരു സൈന്യം പോർച്ചുഗീസുകാരെ ആക്രമിക്കുന്നു. അൽമേഡ മകനായിട്ടുള്ള ലോറൻസോ 1506 മാർച്ച് 10 സാമൂതിരിയുടെ സൈന്യത്തിന് വൻ നാശനഷ്ടം ഉണ്ടാക്കുന്നു. അതിനുശേഷം സാമൂതിരി പോർച്ചുഗീസുകാരുടെ യഥാർത്ഥ താല്പര്യങ്ങൾ കോലത്തിരിയെ പറഞ്ഞ് മനസ്സിലാക്കിയത് തോന്നുന്നു. കോലത്തിരിയുടെ സൈന്യം സെൻറ്റ് ആഞ്ചലോസ് കോട്ട വളയുന്നു. 4 മാസം ഉപരോധത്തിലായി. അതിനുശേഷം കുൻഹയുടെ നേതൃത്വത്തിലൊരു സൈന്യം വന്ന് ഈ ഉപരോധം നീക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം അറബികളുടെ അഭ്യർത്ഥന പ്രകാരം ഈജിപ്തിൽ നിന്ന് ഒരു സേന, മിർ ഹുസൈൻ്റെ നേതൃത്വത്തിലൊരു സേന 1508 വരുന്നു. അപ്പം ചൗളിനടുത്ത് വെച്ചുള്ള യുദ്ധത്തിൽ പോർച്ചുഗീസുകാരെ അവർ താത്കാലികമായി തോൽപ്പിക്കുന്നു. പക്ഷേ 1509 പോർച്ചുഗീസുകാർ പകരം വീട്ടി വീണ്ടും ഇന്ത്യൻ സമുദ്രത്തിൻ്റെ മേധാവിത്വം വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1509 ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഇന്ത്യ വിട്ടു. തലസ്ഥാനത്തേക്ക് അൽഫോൺസ ഡി അൽബുക്കർക്ക് അവരോധിതനായി. അടുത്ത ക്ലാസ്സിൽ അൽബുക്കർക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പം വളരെയധികം ഉപകാരപ്പെടുന്നതായിരുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. താങ്ക് യു.